അച്ചു വ്ലോഗ്. ഹലോ ഗൈസ്, ഹായ് പറ. ഞങ്ങൾ എങ്ങോട്ടാണ് പോണത്? കടമാങ്കുണ്ടിലോട്ട്. യെസ്, കടമാങ്കുണ്ടാണ് ഗൈസ്. കടമാങ്കുണ്ടിക്ക് പോണത്. അവിടെ ജുക്കുറുണ്ട്, ഉമ്മർത്ത് അപ്പൂസുണ്ട്, അച്ഛമ്മയുണ്ട്. അച്ഛമ്മ ഒരു ഹായ് പറയൂ. ഹായ് പറയൂ. ഞങ്ങൾ എവിടേക്കാ പോണത് പറ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? പോകുന്ന വഴിക്ക് കുറുനരി ഉണ്ട്, സൂക്ഷിച്ചു പോവാ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. കടന്നലിന് കുത്തു കിട്ടിയത് ഓർമ്മയുണ്ടോ? അച്ഛൻ്റെ കൂടെയോ? ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ കുറച്ചുപേര് കുളിക്കാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ കുറച്ച് പേർ കുളിക്കുന്നത് കാരണം ഞങ്ങൾ പ്രൈവസി കാണിച്ചുകൊണ്ട് പ്ലാൻ ബി. എങ്ങോട്ടാണ്? മാർഗമില്ല വഴി. ഇതാണ് ആ വഴി. അപ്പൊ ഒരു ഹായ് പറ. ടോമി, കമോൺ ടോമി, നമ്മളുടെ യാത്രയെ പറ്റി 2 വാക്ക് പറയൂ. ടോമി അതിലും വലിയ പാച്ചിലാണ്. ഞങ്ങളുടെ വണ്ടി എടുക്കുന്നില്ലേ? ബാക്കിലെടുക്കൂ. ഞങ്ങളുടെ വണ്ടിയാണിത്. ഇതാണ് ഡോഡ്ജിന്റെ പുതിയ മോഡല്. അങ്ങനെ ഞങ്ങൾ ഇതാ വർഷങ്ങളായി ആൾ താമസമില്ലാത്തൊരു പഴയ കൊട്ടാരല്ല, തേക്കാത്ത വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ മനോഹരമായ ഇപ്പോഴും ഉണ്ടാവും, ഇപ്പൊ ലീവായിരിക്കും. ഇവിടെയാണ് നമ്മളെപ്പോ എവിടെ പറ, എന്താണ് സ്ഥലത്തെ പറ്റി പറയാനുള്ളത്? നല്ല കാട് പിടിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ആ ബിൽഡിംഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അടുത്ത് പോയിട്ട് പറയാം. എന്താ ചുമ പറയാനുള്ളത്? പറയൂ, 2 വാക്ക് സംസാരിക്കും. പറഞ്ഞോ, ഒരു പാട്ടെങ്കിലും പാടും. ഇവിടെ പണ്ട് ഞാൻ വന്ന സമയത്ത് വെള്ളമൊഴുക്കുണ്ടായിരുന്നു. വരൂ, നമുക്ക് കുളമുണ്ടോ എന്ന് നോക്കാം. കമോൺ എവരിബഡി, കമോൺ കമോൺ, ഓടിവാ. 2 വണ്ടി. Yeah. Wow, nice. This is water area. അപ്പു ഇതെവിടെത്തി? ഇതാണ് രോഹിണിക്കുളം. ഇതെവിടെ ഒഴുകണ വെള്ളമുണ്ട്. ബാ ബാ. ആ, ഇത് ഒഴുകണ വെള്ളമുണ്ട്.
ഇനി കടമാങ്കുണ്ട്. പോരെ പോരെ ഇറങ്ങണം, ഇറങ്ങണം, ഇറങ്ങിയത് തൊടണം. ഇല്ല, നമുക്കൊരു സൈഡിൽ ഇറങ്ങാം. ഒന്നാം നിലയില് നമുക്ക് പോകേണ്ടത് അവിടേക്കാണ്. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. ഗൈസ് ഭയങ്കര ക്ഷീണമാണ്. പച്ചവെള്ളം ഞാൻ കൈ പിടിക്കണ്ടല്ലോ. പറഞ്ഞോ. ഒരാളെ കേറിയിട്ട് ഒരാളെ പിടിക്കണം. വാ, നീ കേറിയിട്ട് പിടിക്കേ. എന്നെ ആരും പിടിക്കുക. അപ്പൊ ചെരുപ്പ് പോയി. ആ ചെരുപ്പ് നമുക്ക് എടുക്കാം. അപ്പൊ കേറ്. അപ്പൊ കേറി ഗായ്സ്. അച്ചു വീണു ഗായ്സ്. എല്ലാരും കാണൂ ഹോട്ട് ദൃശ്യം. എക്സ്ക്ലൂസീവ് ആയിട്ട് അച്ചു വീണു, ഞങ്ങക്ക് കിട്ടിയില്ല. കുഞ്ഞമ്മടെ ചന്തി കാരണം ബ്ലോക്കായി. കേറ് കേറ്. എടാ കേറണം. കേറി, ഞാൻ അവനെ കേറ്റാം. നീ ഇറങ്ങ്. സാധാരണ വഴിയല്ലേ അപ്പോ. അമല് വീണ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആദ്യം അപ്പു സേഫാണ്. വാ വാ വാ. ഇതെന്താ നമ്മൾ പ്രളയത്തിൽ ഒഴുകി പോവന്നല്ല. കേറിക്കോ. നിനക്ക് വീണ ദൃശ്യങ്ങൾ കിട്ടണോ? വീഴുമ്പോ ചിരിച്ച് വീഴണേ, വീഴുമ്പോ പോസ് ചെയ്യണേ. ഇതാണ് ഞങ്ങളുടെ വഴി. ജസ്റ്റ് ഒരു 3 ഇതാണ് ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ്. ഞാൻ ഇനി അപ്പൂനെ എടുത്തോണ്ടാണ് കയറുന്നത് ഗൈസ്. ഇപ്പൊ വീഴാണെങ്കിൽ ഇനി ആരെയും പിടിക്കണ്ടേ? അച്ചു വീഴുന്ന ദൃശ്യങ്ങളാണ് ഗൈസ് ഇനി കാണാൻ പോകുന്നത്. ഇനിയുണ്ട് കയറ്. നീ കിട്ടുക. ഇനി ഞങ്ങൾ കയറാണ്. നിങ്ങക്ക് റോഡ് കാണുന്ന നിർബന്ധമുണ്ടോ? അല്ല, ഇതിക്കൂടെ വഴിയുണ്ടോ? ആ ഉണ്ട്, വഴിയുണ്ട്. ഞാൻ സ്ഥലം കാണിച്ചായിരിക്കാനുള്ളത്. ഇപ്പൊ ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് 4 കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മേ, ഇനി 2 കൂടി കയറിയ ഇനി കയറണം. 3 ഒരു ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ വഴി അങ്ങനെ എവിടെ എവിടെ ഇല്ല, ഇനി 2 റോഡിലു. കമോൺ ഗൈസ്. അപ്പൊ നമുക്ക് ആ വഴി പോവാം. ഈ വെള്ളപ്പാറിന്റെ പ്രത്യേകത ഇവിടെ എല്ലായിടത്തും വഴിയാണ് ഗൈസ്. ഇതൊന്നുമല്ല. കമോൺ അപ്പു, വി ക്യാൻ ഡു ഇറ്റ്. നീ വഴി കേട്ടെടുത്തല്ലേ കളിക്കുക. നമ്മളെ ഹെൽപ്പ് ലൈനോട് താഴത്തെ
ഇതാണ് guys അച്ചു വഴി. ഭീമന്റെ വഴി പോലെ അച്ചു വഴി. അല്ല അച്ചു ഇവിടെ താമസിച്ചിരുന്നു. കാട്ടുവാസി അച്ചു. ഇവിടെ ഒരു ഇറക്ക വഴിയുണ്ട്. ആ ഇവിടെ വഴിയുണ്ട് ഗൈസ്. ഗുണമല്ല അപ്പുറത്ത് ഇതുണ്ട്. ഇത് രണ്ടാം റോഡാണ് നിങ്ങൾ നിൽക്കണം. എന്റെ മേത്ത് വീഴരുത്. ഞങ്ങൾ ഇവിടെ പകുതി എത്തിയിട്ടുണ്ട്. പിടിക്ക്. സൂക്ഷിച്ച് താഴ്ത്തിക്കല്ലേ മോളിക്ക് വഴി മാറിപ്പോയി. അപ്പുറത്ത് വഴി ഉണ്ടായിരുന്നു. കമോൺ അപ്പു കമോൺ. വഴി ഞങ്ങൾ കഷ്ടപ്പെട്ട് എത്ര 6 എണ്ണം എന്തോ കേട്ടാണ് എത്തിയത്. ഇനി നമ്മൾ 2 മിനിറ്റിനുള്ളിൽ അപ്പുറത്തേക്ക് ഇറങ്ങാൻ പോകണം. ശ്രദ്ധിക്കാൻ ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. അത് ഉരുൾപൊട്ടി നമുക്ക് ഉണ്ടാക്കിയതാണ്. നമുക്ക് പോവാം. മൂപ്പന്റെ കൂടെയാണ് ഞാൻ. വഴി താഴെക്കള. ഇതൊക്കെ രസല്ലേ. എന്താ അച്ഛൻ എന്താണ് 2ാം നിലയെ കുറിച്ച് 2 വാക്ക്. സൂപ്പർ അടിപൊളി വ്യൂ ആണ്. ഞാനാണ് ഗൈസ് വഴി കണ്ടുപിടിച്ചത്. അതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. കുനിഞ്ഞു നിന്നാലാണ് തരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ട്രക്കിങ്ങിന് അമലുവിനെ സമീപിക്കൂ. നിങ്ങൾക്ക് ട്രക്കിംഗ് ഫ്രീ ആണ്. 10 പൈസ ചെലവില്ല. നമ്മൾ നടത്തി തരും ഗൈസ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വെള്ളപ്പാറ ഇസ് ഹാവിങ് ലോട്ട് ഓഫ് വേസ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടുത്തെ പഴയ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വിറക് വഴിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. എല്ലാവരും ഉഷാറല്ലേ? എല്ലാവരും ഹൂ പറഞ്ഞേ. ഒരു ഹൂ പറഞ്ഞേ. ഉഷാറായവർ അത് അപ്പുറത്ത് കൂടെ അവന് തള്ളിട്ടാ. ടോമി കണ്ടുപിടിച്ച വഴിയാണ് ഗൈസ് വഴി. കമോൺ ലെറ്റ്സ് ഗോ. ആരൊരു ലക്ഷം തുണി തരും അവന്റെ വായിൽ തിരിക്കാൻ. ഞാൻ വീഡിയോ എടുക്കാം. നിങ്ങൾ നടന്നോ. എടാ കിണറിന്റെ മുറത്തോട്ട് അച്ഛൻ്റെ കയ്യിലും വരാം. കുറച്ച് അപ്പൂൻ്റെ വരും, കുറച്ച് ചിത്രൻ്റെ വരും. എങ്ങനെ വേണേലും പോവാ. വെള്ളപ്പാറ ലോട്ട് ഓഫ് വഴി. ഇറങ്ങിക്കോ. തള്ളു. ഇറങ്ങിക്കോ. വണ്ടി പോട്ടെ. ബ്രേക്കില്ലാണ്ട് വരുമ്പോ ഫ്രണ്ടിൽ കയറി നിൽക്കരുത് കുട്ടി. അപ്പു വാടാ. അപ്പു കമോൺ. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നേരത്തെ ഇറങ്ങിയിട്ട് മറ്റുള്ളവർ വീണത് വീഡിയോ എടുക്കും. എന്നിട്ട് അവരെ പിറന്നാൾ സ്റ്റാറ്റസ് ഇടും. ഇഷ്ട വിനോദം. അങ്ങനെ നമ്മൾ വീണ്ടും 1ാം നിലയിൽ എത്തിയിരിക്കുകയാണ്. ടോമി
നമ്മൾ ഒരിക്കലും ഇനി മറക്കില്ല. അങ്ങനെയല്ല ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഇട്ട് വെക്കണം, അപ്പോഴേ പോവാതിരിക്കും. യൂട്യൂബിൽ ലോങ് വീഡിയോ